ഇടത് സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് പെരുമ്പളം പാലം അതിവേഗം യാഥാർത്ഥ്യമായത് എന്ന അരൂർ MLA ദിലീമ ജോജോയുടെ പ്രതികരണം. ഒറ്റപ്പെട്ടു പോയ സമൂഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകി മുഖ്യധാരയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് എന്നും MLA ദിലീമ ജോജോ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അരനൂറ്റാണ്ട് കാലത്തെ പെരുമ്പളത്തെ ദ്വീപ് ജനതയുടെ സ്വപ്നം സഫലമായിരിക്കുന്നു. പെരുമ്പളം പാലം കിഫ്ബി വഴി 100 കോടി രൂപ വകയിരുത്തി ഈ സംസ്ഥാന സർക്കാർ അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടന നിറവിലെത്തുമ്പോൾ നമ്മോടൊപ്പം MLA ദിലീമ ജോജോ ചേരുന്നു. അതായത് പാലം പൂർത്തീകരിച്ചിരിക്കുന്നു, ഒരു ജനതയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? വലിയ സന്തോഷമാണ്. ഈ പെരുമ്പളം ദ്വീപിന് തന്നെയല്ല, ഈ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു പാലമാണ്. കാരണം വേമ്പനാട് കായലിൻ്റെ കുറുകെ കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ്. അതുകൊണ്ട് ചരിത്ര രേഖയിൽ പതിയപ്പെടുവാണ്. പിന്നെ ഇത്രയും മനുഷ്യർക്ക് വേണ്ടി കേവലം 11,000 മനുഷ്യരെ മറ്റു സമൂഹവുമായിട്ട് അടുപ്പിക്കുന്ന മുഖ്യമന്ത്രി എടുത്ത ഏറ്റവും വലിയ ആർജവമാണ് ഈ ഒരു പാലം. ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് ഒത്തിരി നന്ദിയുള്ളവരാണ്. കാരണം അവരൊരു കാലഘട്ടത്തിൽ അവരനുഭവിച്ച ദുരിതങ്ങളും ദുരന്ത കയങ്ങളിലായിരുന്നു അവർ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നിപ്പോൾ അവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടി. ഈ ആകാശത്ത് പറന്ന് കയറാൻ പറ്റുന്ന ഇടമായിട്ട് ഈ പെരുമ്പളം ദ്വീപ് അറിയപ്പെടുകയാണ്. പരിസ്ഥിതി സംരക്ഷണ ദ്വീപ് തന്നെയാണ്. വളരെ വൈവിധ്യങ്ങളായ പരിസ്ഥിതി കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ദ്വീപ് ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലെത്തുകയാണ്. സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ ഒരു പാലം, അതായത് പെരുമ്പളം പാലം, ഒരു ദ്വീപ് ജനതയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒതുങ്ങുന്ന പാലമാണ്. അത് ഏകദേശം 12,000-ഓളം വരുന്ന ആളുകൾക്കാണ്. അപ്പോൾ അത്രയും പേർക്ക് ഒരു 100 കോടി രൂപ വകയിരുത്താൻ ആ സർക്കാർ കാണിച്ച ആ ഒരു ഇച്ഛാശക്തി, അതിനെങ്ങനെയാണ്? സാധാരണ അത് അവിടെ ഉപേക്ഷിക്കപ്പെടുകയുള്ളൂ. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവരാക്കുവാൻ സർക്കാർ സമ്മതമല്ല. ഒരിക്കലും അവരെ ഒറ്റപ്പെട്ടു പോകാൻ സമ്മതമല്ല. അവരെ ചേർത്ത് പിടിക്കണം. എല്ലാവരെയും ചേർത്ത് പിടിച്ചൊരു സർക്കാരാണല്ലോ നമ്മുടെ പിണറായി സർക്കാർ. അപ്പം ആ ചേർക്കൽ തന്നെയാണ്, ആ ചേർത്ത് പിടുത്തം തന്നെയാണ് ഈ ജനതയെയും കൂടെ ചേർത്തു. അവരെ ഒറ്റപ്പെടുത്തിയില്ല എന്നുള്ളത്. സാധാരണ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വരുമ്പോൾ അത് ഒരുപാട് വൈകാറുണ്ട്. ഒരുപക്ഷെ ഇതിനങ്ങനെ ഒരു വൈകൽ ഉണ്ടായില്ല. സ്ഥലമേറ്റെടുക്കലൊക്കെ വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്? അതൊരു ആർജവമുള്ള സർക്കാരാണല്ലോ കയറിയിരിക്കുന്നത്. ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥ ലെവലിൽ അതിനെ വൈകിപ്പിക്കാൻ സമ്മതിക്കുകയില്ലായിരുന്നു. കാരണം പിണറായി സർക്കാരിൻ്റെ കീഴിൽ പൊതുമരാമത്ത് മന്ത്രി റിയാസ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം വലിയ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ്. ഫിനാൻസ് മിനിസ്റ്റർ വലിയ കഴിവുള്ള അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ പാലങ്ങളെല്ലാം നന്നായിട്ട് നടക്കണം. പാലം തന്നെയല്ല, പശ്ചാത്തല മേഖലകളെല്ലാം വളരെ കാര്യമായിട്ട് വളർത്തണം, അതിനെ വികസിപ്പിക്കണം ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള ഉറച്ച തീരുമാനമാണ്. അവരുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ആ ഉറച്ച പ്രവർത്തനമാണ് ഈ പാലം ഇത്ര ഫാസ്റ്റായിട്ട് നടന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണുന്നത്, അങ്ങോട്ട് തിരിഞ്ഞാൽ കാണുന്നത് ഏഴകുള്ള മഴവില്ല് വിരിച്ച പാലമാണ്. ആ പാലത്തേക്ക് നോക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ടേതാ? തളിർവലയോ താമരവലയോ താലിപ്പൊൻവലയോ എൻ ശൃംഗാര ചിപ്പിയിൽ തീർത്തത് സ്വപ്നവലയോ. പാടാൻ പാടില്ല. എന്തായാലും ഇവിടുത്തെ പെരുമ്പളത്തുകാരുടെ ജനതയുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം, ആ സന്തോഷത്തിനൊപ്പം ദലീമ മേളത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു പദ്ധതി അതിന്റെ പൂർത്തീകരണത്തിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജനപ്രതിനിധി എന്നതിലും ഇരട്ടി സന്തോഷമാണ്. ആ സന്തോഷം തന്നെയാണ് നമുക്ക് MLA യിലും കാണാൻ കഴിയുന്നത്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.